ഹായ് ഗൈസ്, നമുക്കിന്ന് തേനീച്ച കൂട്ടുകാരെ കണ്ടോ. നമുക്ക് തേൻ എങ്ങനെ എടുക്കുന്നെന്ന് നോക്കാവേ. ഇതുണ്ട്, ഈ താഴോട്ട് കിടക്കുന്ന വള്ളികളിലൊക്കെ രാവിലെ ഇങ്ങനെ മുഴുവൻ തേനീച്ച ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പറിക്കാൻ പോയി കാണും. എന്തായാലും ഇതുണ്ട്, ഇതിനകത്ത് നിറച്ച് തേനീച്ച ഇങ്ങനെ ഇരിക്കുന്ന കാണാമല്ലോ അല്ലേ. ഇതുണ്ടോ, ഇത് തേനീച്ച നമ്മളെ കൊത്തിയൽ ചെറുതേനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചെറുതേൻ ഈച്ച നമ്മളെ ആക്രമിക്കലിനാണ് മനസ്സിലാക്കിയത്. ഇതുണ്ട്, ഈ ഒരു കർട്ടൻ, വുഡിൻ്റെ കർട്ടനാണ് ഇത്. ഉണ്ടോ, ഇത് മുഴുവനും കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഭാഗത്ത് നടുക്ക് ഭാഗത്താണ് ഇത്. ഇവിടെയും ഒക്കെ തേൻ കാണുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങേറ്റം വരെ കാണുമായിരിക്കും. എന്തായാലും എന്താണ് അവസ്ഥയെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇവിടെ ഈ ഭാഗം മാത്രം ഇത് താഴെ വെച്ചേ. നമുക്കിത് ഇതിൻ്റെ എൻട്രൻസ് ഭാഗമായിരുന്നു. അതിവിടെ നമുക്കിവിടെ ഒട്ടിച്ച് വെക്കാം. കാരണം ഇനിയും ഇതിങ്ങനെ ഇതിനകത്തേക്ക് തന്നെ കയറാൻ വേണ്ടി അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അത് പോയി പിടിക്കല്ലേ, പഠിക്കണ്ടല്ലേ. നല്ല ഹായ് ഗൈസ്, നമുക്ക് ഇതിനകത്താണ് തേൻ കാണുന്നത്. കണ്ടോ, നല്ല ശുദ്ധമായ തേൻ. ആഴം പോകണം, ഇവിടെ പോകുന്നു. ആ ഗൈസ്, ഇതുണ്ട്, ഇത് തേൻ്റെ മുട്ടയാണ്. നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഈ ഓറഞ്ച് കളറിലൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ്. ഇത് പൂമ്പൊടിയാണോ? ഈ തേനെടുക്കുന്നതിൻ്റെ പിന്നിൽ എത്രയും കഷ്ടപ്പാടുണ്ടെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് ഇതിനെക്കുറിച്ച് അറിയാനുണ്ട്. നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റേതായിട്ടുള്ള കുറവുകൾ എടുക്കുന്നതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെന്താ, ഇതിൻ്റെ ആ കർട്ടൻ നല്ലതായിട്ട് തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇത് നിറച്ച് തേനാണ്. ഞങ്ങളിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്.
കുറേയൊക്കെ തേൻ താഴെ പോയി നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് എടുക്കാനൊന്നും അറിയത്തില്ല. ഇത് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 4 വർഷമായതാണ്. നമുക്കിത് എടുക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടും ഈ സുഹൃത്തുക്കൾ, തേനീച്ച സുഹൃത്തുക്കൾ നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ള പേടി കൊണ്ടുമാണ് നമ്മളിത് എടുക്കാൻ പറ്റാതിരുന്നത്. ഇതൊന്നും നല്ലതല്ലെന്ന് അത് എടുത്തോളാം, അത് പിന്നീട് നമുക്ക് മാറ്റേണ്ടതാണ്. ഹായ് ഗൈസ്, നമ്മൾ കണ്ടോ കുറച്ച് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്, ഇനിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇത്രയും മാത്രം നമ്മൾ കണ്ടോ അരിച്ചെടുത്തതാണ്. റിയൽ തേൻ നമുക്കെപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയാണെന്ന്.